ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഇംഗ്ലീഷിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ വാട്ട് ഈസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ടോക്സ് അബൌട്ട് ഹാബിറ്റ്സ്, facts, routines and scheduled events that happen regularly. ഇത് ശീലങ്ങൾ, പൊതുവായ വസ്തുതകൾ, ദിനചര്യകൾ, പതിവായി നടക്കുന്ന ഷെഡ്യൂൾ ചെയ്ത ഇവൻറ്റുകളെയൊക്കെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇത് സ്ഥിരം നടക്കുന്ന കാര്യമല്ലേ, അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും പറയുക. He goes to school every day. She teaches at a university. ഇനി ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഇവയുടെ സ്ട്രക്ചർ, ഒരു സെൻറ്റൻസ് നമ്മൾ ഫോം ചെയ്യണമെങ്കിൽ അതിനൊരു സ്ട്രക്ചർ വേണ്ടേ? അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. ഐ, യു, വി, ദേ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താണ് നമ്മൾ സെൻറ്റൻസ് പറയാൻ പോകുന്നതെങ്കിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ബേസ് വെർബ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഐ ഈറ്റ് റൈസ് എവറി ഡേ. ഇതിൽ സബ്ജക്റ്റ് ഏതാ? ഐ ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെ പറയുന്നതാണ് നമ്മൾ സബ്ജക്റ്റ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഐ ആണ്. അപ്പോൾ ഐ വരുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ബേസ് വെർബ്. ഇതിൽ വെർബ് ഈറ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ആക്ഷനെ കാണിക്കുന്ന വേർഡിനെ പറയുന്നതാണ് വെർബ്. അപ്പോൾ ഐ ഈറ്റ് റൈസ് എവറി ഡേ. അനദർ എക്സാമ്പിൾ, യു റീഡ് ബുക്സ് ഡെയിലി. ഈ സെൻറ്റൻസിൽ യു സബ്ജക്റ്റ് ആണ്, റീഡ് വെർബ്. We watch movies on weekends. They cook dinner together. ഇവിടെ എല്ലാം ബേസ് ഫോം ഓഫ് വെർബാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഐ, യു, വി, ദേയുടെ കാര്യം മനസ്സിലായി. ഇനി ഇപ്പോൾ നമ്മൾ ഹി, ഷീ, ഇറ്റ് യൂസ് ചെയ്താണ് സെൻറ്റൻസ് വേണ്ടതെങ്കിൽ ആഡ് യെസ് ഓർ യെസ് ടു ബേസ് വെർബ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ എളുപ്പം മനസ്സിലാക്കാം. ഹീ റൺസ് എവറി മോർണിംഗ്. ഇവിടെ സബ്ജക്റ്റ് എന്തായി? ഹീ ആണ്. ഓക്കെ, അപ്പോൾ ബേസ് വെർബ് റണ്ണിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണമെന്നാ പറഞ്ഞേ? യെസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹീ റൺ മാറി ഹീ റൺസ് എവറി മോർണിംഗ്. അനദർ എക്സാമ്പിൾ, ഷീ പ്ലേസ് ക്രിക്കറ്റ്. പ്ലേ ആണ് വെർബ്. ഷീ വന്നതുകൊണ്ട് വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യണം. അപ്പോൾ പ്ലേയുടെ കൂടെ എന്താ ആഡ് ചെയ്യും? എസ്. പ്ലേസ്. ഷീ പ്ലേസ് ക്രിക്കറ്റ്. ഇറ്റ് റെയിൻസ് എ ലോട്ട് ഹിയർ. ഇറ്റ് വന്നതുകൊണ്ട് റെയിൻ എന്തായി? റെയിൻസ് ആയി. ഇനി വേറൊരു സിറ്റുവേഷൻ നോക്കാം. ഇപ്പം നമ്മുടെ വെർബിൻ്റെ ലാസ്റ്റ് ലെറ്റേഴ്സ് CH, SH, S, X ഓർ ഇസഡ്, ഇവയിൽ ഏതെങ്കിലും ആണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും ലെറ്റേഴ്സാണ് എൻഡിൽ വരുന്നതെങ്കിൽ, വെർബിൻ്റെ എൻഡിൽ വരുന്നതെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പറയുമ്പോൾ വെർബിൻ്റെ കൂടെ ES ആഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞായിരുന്നു ഹീ, ഷീ, ഇറ്റൊക്കെ വരുമ്പോൾ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ES എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. വെർബിൻ്റെ ലാസ്റ്റ് ലെറ്റേഴ്സ് CH, SH, S, X ഓർ Z ആണെങ്കിൽ ES ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഹീ വാച്ചസ് TV ഇൻ ദ ഈവനിങ്. ഇവിടെ വെർബ് വാച്ച് ആണ്. അപ്പോൾ ഇത് CH എന്ന ലെറ്ററാണ് എൻഡ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ES ആഡ് ചെയ്യണം. അപ്പോൾ വാച്ച് എന്തായി മാറി? വാച്ചസ് ആവും. ഷീ വാച്ചസ് TV ഇൻ ദ ഈവനിങ്. ഷീ ഫിനിഷസ് ഹെർ വർക്ക് എർലി. ഫിനിഷ് SH വന്നു. അപ്പോൾ നമ്മൾ എന്താക്കണം? ഫിനിഷസ് എന്ന് മാറ്റണം. ഇറ്റ് ഫിക്സസ് ദ പ്രോബ്ലം ക്വിക്ക്ലി. ഇനി വെർബിൻ്റെ
എൻഡിൽ വൈ ആണ് വരികയെങ്കിലോ, വൈ ആണെങ്കിൽ വൈനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഐ ആക്കണം. അതിൻ്റെ കൂടെ എസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ സ്റ്റഡി എന്ന വെർബ് നോക്കും. ഇവിടെ ലാസ്റ്റ് ലെറ്റർ, സ്റ്റഡിയിലെ ലാസ്റ്റ് ലെറ്റർ ഏതാ? വൈ ആണ്. വൈ നമ്മൾ മാറ്റി എന്താക്കും? ഐ ആക്കി. എന്നിട്ട് ആഡ് എസ് ടു ഇറ്റ്. അപ്പോൾ സ്റ്റഡീസ് എന്നായി മാറും. വേറൊരു സെൻറ്റൻസ് നോക്കാം. ഹീ ട്രൈ ഹാർഡ് ടു സക്സീഡ്. ഈ സെൻറ്റൻസ് കറക്റ്റ് ആണോ? അല്ല. ട്രൈ, TRY, വൈ ആണ് വെർബിൻ്റെ ലാസ്റ്റ് ലെറ്റർ. അപ്പോൾ വൈനെ നമ്മൾ ഐ വച്ച് റീപ്ലേസ് ചെയ്തു, എന്നിട്ട് എസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഹീ ട്രൈസ് ഹാർഡ് ടു സക്സീഡ്. ഇപ്പം കറക്റ്റായി. ഷീ ഫ്ലൈസ് ടു ദുബായ് ഓഫൻ. ഫ്ലൈ, FLY, വൈ വന്നു. അപ്പോൾ നമ്മൾ വൈനെ റീപ്ലേസ് ചെയ്തു, ഐ ആഡ് ചെയ്തു. അത് വൈനെ റീപ്ലേസ് ചെയ്ത് ഐ ആഡ് ചെയ്തു. അതുകൂടാതെ എസ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. ഷീ ഫ്ലൈസ് ടു ദുബായ് ഓഫൻ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് 2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. Try to find out the answers and just comment below. Thanks for watching.